ആരാ പോലീസുകാരനാണ് നമ്മളെല്ലാം ചേട്ടൻ സൂപ്പറാണ്. ലവ് സ്റ്റോറി PSC സെന്ററിൽ പോയപ്പോൾ അവിടെ നിന്നാണ് പരിചയപ്പെട്ടത് ചിത്തുവിനെ. ഞങ്ങൾ കുറച്ചായിട്ട് അറിഞ്ഞത് ഇങ്ങനെ ഉണ്ടെന്ന്, പക്ഷെ പറഞ്ഞു ഇങ്ങനെയാന്ന്. അപ്പോൾ എനിക്ക് ചിത്തുവിനെ നേരത്തെ അറിയായിരുന്നു. അവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി കേട്ടോ. PSC പഠിക്കാൻ പോയതിന് ശേഷം അവൻ്റെ സ്വഭാവം എല്ലാം മാറി, എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഭയങ്കര മടിയായിരുന്നു, ഫോട്ടോക്കൊക്കെ ഭയങ്കര മടിയാണ് നിൽക്കാൻ. അത് മാറി എങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. മുണ്ടെടുക്കാൻ അറിയില്ല, ഒന്നാമത്തത് മുണ്ടെടുത്ത് നടക്കാനും അറിയില്ല. സത്യത്തിൽ നിങ്ങള് ഞെട്ടിപ്പോയിരുന്നു. അത് ശരിക്കും ഞെട്ടി. അവനൊരു ഗേൾഫ്രണ്ട് അവന് കല്യാണം കഴിക്കാനായി എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഞെട്ടി. എടുത്തോണ്ട് നടന്ന കുട്ടിയാ. ഞങ്ങൾ എല്ലാ പ്രതീക്ഷ അവനായിരുന്നു. നശിപ്പിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾക്ക് ആകെ കൂടാനുള്ള ഒരു കല്യാണമാണത്. അതുകൊണ്ട് അവനെ കണ്ടിട്ട് എനിക്കും തോന്നുന്നില്ല ഒരു കല്യാണം കഴിക്കാനായി. അതുകൊണ്ട് എന്നെ നേട്ടാന്ന് വിളിക്കാൻ തന്നെ തോന്നുന്നില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ടാ കൊണ്ടാ പറയുന്നത്. പിന്നെ ഭയങ്കര സംശയമായിരുന്നു. ഞങ്ങളെയൊക്കെ ഫോൺ എപ്പോഴും വാങ്ങി സെർച്ച് ചെയ്യുന്ന സ്വന്തം എല്ലാ ആപ്പുകൾക്കും ലോക്ക് ഇട്ട് വെക്കും, ആർക്കും എടുക്കാനും സമ്മതിക്കില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാല് എഴുമെന്ന് പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് എല്ലാം നോക്കും. പക്ഷെ ഏട്ടന്റെ ഫോൺ നോക്കാൻ തരില്ല, സമ്മതിക്കില്ല. ഞങ്ങൾ മൂന്ന് അങ്ങനെയല്ലേ, ഭയങ്കര കൂട്ടാണ്. നമ്മൾ മൂന്നാണ് ഭയങ്കര കൂട്ടം. രണ്ട് ടീംസ്. ഞാൻ അതിര സ്കൂള് വിട്ടുന്ന 2 മാസം സൈക്ലിംഗ് ആക്ടിവിറ്റീസ്, കപ്പിമരത്തിൽ കയറുക, ചാറ്റ് കളിക്കുക, ഫോൺ വിളിച്ച് പറ്റിക്കുക, രാജധാനി ജ്വല്ലറിയിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഒരു പിന്നെ പാസ്വേഡ് മാറ്റി വെക്കണം അങ്ങനെ പറഞ്ഞ് പറ്റിക്കുക.
അതൊക്കെ നിങ്ങൾ മെയിൻ. കല്യാണത്തിന് മുന്നേ ഒട്ടും കെയറിംഗും അല്ല എന്റെ കാര്യങ്ങൾ നോക്കില്ല. അതായത് മെയിൻ കാര്യം കുക്കോച്ചിനായിരുന്നു ഇഷ്ടം. എന്നെ ഇഷ്ടമല്ല. കെയറിങ് ഇവളെയായിരുന്നു. ഇവളെ കാര്യങ്ങൾ നോക്കാം, ഇവളെ പിന്നാലെ ഇവളെ എല്ലാ കാര്യങ്ങളും. പക്ഷെ അതിലേക്ക് ചെറിയ കുശുമ്പുണ്ട്. ചെറുതല്ല, നല്ല ഒരു ചെറിയൊരു കോഴിയാണെന്നെങ്കിലും അതിന്റെ ഒരു അഹങ്കാരം എനിക്കൊന്നും പറയില്ല. ഇതൊക്കെ തന്നെ അതിന്റെ വയറ് கூடும் நல்ல நல்ல தளங்களெல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் தேடி தேடி போவோம். എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഉത്തരവാദിത്തമുള്ള ഭർത്താവ് എന്നുള്ള റോള് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാം ചെയ്തു കൊടുക്കണം. ഇപ്പം നോക്കാം എന്താവുന്നു. മോനെ പൊന്നു